പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തേനിനേക്കായും തെൻകട്ടേക്കാളും മാധുര്യമേറിയ ഇമ്പകരമായ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ ശ്രദ്ധയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും നൽകിയതായ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകിയതായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് കടക്കട്ടെ. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം 90-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. 90-ാം സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനമാണ്. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് ആ സങ്കീർത്തനത്തിൻ്റെ ശീർഷകമായി കൊടുത്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മോശയും സഹോദരനായ അഹറോനും കൂടി ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് യാത്രയായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ മരുഭൂമിയിൽ അവർ ഉഴന്നു നടക്കുകയാണ്. ഒത്തിരി കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവരെയും ദൈവജനത്തെയും നേരിടുന്നുണ്ട്. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നത് മോശ കാണുവാൻ ഇടയായി. അങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് സഹോദരന്മാർക്ക് ഒരുമിച്ച് വാഗ്ദത്ത നാടായ കനാൻ നാട്ടിൽ കാലുകുത്തുവാൻ സാധിക്കുമല്ലോ എന്നുള്ളതായ ഏറ്റവും മധുരം നിറഞ്ഞതായ സന്തോഷം നിറഞ്ഞതായ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഹോർ താഴ്വരയിൽ വെച്ച് സഹോദരനായ അഹറോൻ മരിച്ച് വീഴുന്നത്. വാസ്തവത്തിൽ അത് മോശയ്ക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ടാക്കി, സങ്കടമുണ്ടാക്കി, വിഷമമുണ്ടാക്കി. പക്ഷേ ദൈവപുരുഷനായ മോശ അവിടെ തളർന്നു പോകാതെ ആ മരണത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ മോശ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനാ ഭാഗമാണ് 90-ാം സങ്കീർത്തനമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് പറയുന്നത്. സഹോദരങ്ങളെ, അവിടെ 90-ാം സങ്കീർത്തനം മരണസങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. വിലാപ ഭവനങ്ങളിൽ ഈ സങ്കീർത്തനം നാം വായിക്കാറുണ്ടല്ലോ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചുള്ളതായ ബോധ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മോശയുടെ ശക്തമായ പ്രാർത്ഥനയായിട്ട് 90-ാം സങ്കീർത്തനം രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ നാം ആദ്യം വായിച്ചതുപോലെ അതിൻ്റെ 12-ാം വാക്യം പറയുന്നത്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു എന്ന് അവിടെ 3-ാം വാക്യം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കാറുണ്ടോ? വാസ്തവത്തിൽ ചിലപ്പോഴെല്ലാം ചിന്തിക്കാറുണ്ട്. കാരണം വിലാപ ഭവനങ്ങളിൽ നാം കടന്നു ചെല്ലുമ്പോൾ നാം ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഇതുപോലെ ഞാനും ഒരിക്കൽ ഇങ്ങനെ കിടക്കേണ്ടവനാണല്ലോ, ഞാനും മരിച്ചു മാറ്റപ്പെടേണ്ടവനാണല്ലോ എന്നുള്ളതായ ചിന്ത നമ്മളെ ഭരിക്കാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ മരണാന്ത ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ദൈവാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ സെമിത്തേരിയിൽ നിന്ന് ഞാനും നിങ്ങളുമെല്ലാം തിരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന തിരക്കുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഈ കാര്യം ഞാനും നിങ്ങളും മറന്നു പോകുകയാണ് സഹോദരങ്ങൾ. എന്നാൽ ഒരിക്കലും മറന്നു പോകരുതേ എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ശലോമോൻ പറയുന്ന കാര്യം മനുഷ്യപുത്രനെ ഇതാ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇതാ പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്നാൽ ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തന്നെ മടങ്ങിച്ചേരും, എന്നാൽ ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ശലോമോനോട് വീണ്ടും ചേർന്ന് പറയുന്നുണ്ട്. മായ സകലതും മായ എന്ന് എണ്ണുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എത്ര ആരോഗ്യമുള്ള ശരീരമാണ്, എത്ര സൗന്ദര്യമുള്ള ശരീരമാണ് എൻ്റെ ശരീരം. പക്ഷേ നാം
ചിന്തിക്കണം, എത്ര ആരോഗ്യമുണ്ട്, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു മാറ്റപ്പെടേണ്ടതാണ്, സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇന്നീ കാണുന്ന ശരീരം അത് നാളുകളും മാസങ്ങളും എല്ലാം കഴിയുമ്പോൾ മണ്ണോട് മണ്ണായി ചേരേണ്ടതാണ്, അലിഞ്ഞു ചേരേണ്ടതാണ് എന്നുള്ളതായ സത്യം ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നാം ചിന്തിക്കേണ്ടത്, അങ്ങനെയെല്ലാം സംഭവിച്ചാലും ക്രിസ്ത്യാനികളായ വിശ്വാസികളായ നിങ്ങളും ഭാരപ്പെടേണ്ടതില്ല. കാരണം അതൊരു താൽക്കാലികമായ ഉറക്കം മാത്രമാണല്ലോ. അത് എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, ശലോമോൻ പറയുകയാണ്, ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. എത്രയോ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അതാണല്ലോ നമ്മുടെ പ്രത്യാശ സഹോദരങ്ങളെ. ആത്മാവ് അവിടെ തീരുന്നില്ല, ആത്മാവ് നശിച്ചു പോകുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ ആ ദൈവം നമ്മുടെ മൺകൂടാരം മരിച്ചു മാറ്റപ്പെടുമ്പോൾ സഹോദരങ്ങളെ ഇതാ മണ്ണിലേക്ക് അലിഞ്ഞിരുന്നു. പക്ഷേ സന്തോഷിക്കാൻ വകയുണ്ടല്ലോ. കാരണം ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണല്ലോ സെമിത്തേരിയെല്ലാം പ്രിയപ്പെട്ട സത്രം എന്നെല്ലാം വിളിച്ചു കേൾക്കുന്നത്. കാരണം ഇത് താൽക്കാലികമായ അത് ഉറക്കം മാത്രമാണല്ലോ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ താൽക്കാലികമായ ഭൂമിയിൽ ജീവിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോൾ, അടക്കം ചെയ്തപ്പെട്ട് കഴിയുമ്പോൾ അവിടുന്ന് ഒരു സത്രമാണ്, അതും താൽക്കാലികമായ ഉറങ്ങുവാനുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ സഹോദരങ്ങൾ, നമ്മുടെ ആത്മാവ് അത് നൽകിയതായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതോടൊപ്പം നാം ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുകയാൽ സഹോദരങ്ങളെ, മരണം മാത്രമല്ല ഉള്ളത്, ഒരു ന്യായവിധി കൂടിയുണ്ട്. നാം ഒരിക്കലും മറന്നു പോകരുത് സഹോദരങ്ങളെ. ആ ന്യായവിധി നടക്കുമ്പോൾ നാം ചിന്തിക്കണം, ഒരിക്കൽ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരി യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടെ വീണ്ടും പറയുകയാണ്, അവൻ വീണ്ടും തിരിച്ചു വരും, രണ്ടാമത് എഴുന്നള്ളി വരും. എന്തിനു വേണ്ടിയാണ്? തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന അവസ്ഥയിലായിരിക്കണമല്ലോ. വിശുദ്ധിയോടുകൂടി ആയിരുന്നാൽ മാത്രമാണ് അവൻ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ ആ ന്യായവിധി അതെല്ലാം കഴിഞ്ഞു കഴിയും. എൻ്റെ ആത്മാവ് നൽകിയതാ യേശുവിൻ്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് മടങ്ങി പോവുകയുള്ളൂ, എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ വസിക്കുകയുള്ളൂ എന്നുള്ളതായ ബോധ്യം നമുക്ക് ഉണ്ടാകണം. പ്രിയ സഹോദരങ്ങളെ, 90-ാം സങ്കീർത്തനത്തിൽ വീണ്ടും മോശ അത് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതിൻ്റെ 4-5 വാക്യങ്ങളിൽ മോശ പറയുകയാണ്, നീ അവയെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു, അത് രാവിലെ മുളച്ചു വരുന്നു, വൈകുന്നേരം അത് വാടിപ്പോകുന്നു എന്ന് അവിടെ മോശ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയലിലെ പുല്ലുപോലെ മനുഷ്യജീവിതത്തെ മോശ അവിടെ ഉപമിച്ചിരിക്കുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്രയുമുള്ളൂ മനുഷ്യജീവിതം. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങൾ, അതിന് 10-ാം വാക്യം പറയുകയാണ്, 70 ഏറെയായാൽ 80 മാത്രമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, ഇനി 80 കഴിഞ്ഞാലോ രോഗവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ആയിരിക്കും. മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചെല്ലാം അവിടെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മോശ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം മോശ പറഞ്ഞു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഈ അടുത്ത നാളിലാണല്ലോ ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിച്ചത്. ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചോ, എനിക്കൊരു വയസ്സുകൂടി കൂടിയെന്ന്. അങ്ങനെ ഒരു വയസ്സുകൂടി കൂടിയെങ്കിൽ ഞാൻ മരണത്തോട് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യവും ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടതല്ലേ. പ്രിയപ്പെട്ടവ, ആരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടി പറയുകയില്ല, മറിച്ച് നാം ചിന്തിക്കേണ്ടത്, അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുകയോ, എൻ്റെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ ബോധവാനാണോ എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോഴാണ് പ്രിയ ദൈവജനമേ നമുക്ക് മനസ്സിലാകുന്നത്, ജ്ഞാനമുള്ള ഹൃദയത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ
ജോലി ഉണ്ടായതുകൊണ്ടോ പണമുണ്ടായതുകൊണ്ടോ ജ്ഞാനമുള്ള ഹൃദയം ഉണ്ടാകണമെന്നില്ല. ജ്ഞാനമുള്ള ഹൃദയം ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങൾ, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ശലോമോൻ പറയുകയാണ്, ഇതാ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെയാണ്, ഇതാ ആ യഹോവ ഭക്തിയിലൂടെയാണ് നമുക്ക് ആ ജ്ഞാനം ഉണ്ടാകുന്നത്, ജ്ഞാനമുള്ള ഹൃദയമുണ്ടാകും. എന്നാൽ ഇന്ന് അനേകം ആളുകൾ അതിനെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അവരെല്ലാം ഭോഷന്മാരാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം വായിക്കുകയാണ്. നമുക്ക് ആ പാട്ടുകാരൻ പാടിയതുപോലെ മനോഹരമായ പാട്ടുണ്ടല്ലോ, നമുക്ക് ചേർന്ന് പാടുവാൻ സാധിക്കുമോ? മൺമയമാമീയുലയിൽ കാൺമതും മായ വൻമഹിമാധാനം സുഖങ്ങൾ സകലതും മായ. മൺമയമാമീയുലകിൽ കാൺമതും മായ വൻമഹിമാധാനം സുഖങ്ങൾ സകലതും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനം ലാഭം കീർത്തി ഹാ നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി ഹാ നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെ ആയാൽ 80 മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെ ആയാൽ 80 മാത്രം, നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. പ്രിയ സഹോദരങ്ങളെ, ആ പാട്ടുകാരനോട് കൂടി ചേർന്ന് പാടുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാവും. എത്ര മനോഹരമായ പാട്ടാണ്! ഇങ്ങനെയാണ് എങ്കിൽ കർത്താവേ, ഞാൻ ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുന്നു, ഈ നാളുകളിൽ അനേകം ആളുകൾ മാനസാന്തര അനുഭവത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മദ്യപാനം മാറി, പുകവലി മാറി, അരുതാത്ത പലതും മാറിപ്പോയി, നല്ല പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ഉൾപ്പെടെ പല ആളുകൾക്കും ഇന്ന് മാറ്റാൻ വയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പാപം, ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യമാണ്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരോടെങ്കിലും വഴക്ക് ഇട്ടുവെങ്കിൽ, വഴക്കടിച്ചുവെങ്കിൽ, വഴക്ക് പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇപ്പോൾ തലവേദനയുണ്ട്, അസ്വസ്ഥതയാണ്, വലിയ പ്രശ്നമാണ്, മനസ്സ് ശാന്തമാകുന്നില്ല. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ആ ഒരു കാര്യമെങ്കിലും നമുക്കൊന്ന് തിരുത്തിയെടുക്കുവാൻ സാധിച്ചാൽ ഞാനിന്ന് ആശിക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു 1-2 വർഷങ്ങൾക്ക് മുൻപ് ശാലോം ടൈംസ് മാസികയിൽ ഒരു ചെറിയ ലേഖനം, ഹൃദയസ്പർശിയ ലേഖനം വന്നത് ഞാൻ ഓർക്കുകയാണ്. അവിടെ ഒരു സുവിശേഷകൻ ഒരു ലേഖനം എഴുതി. അദ്ദേഹം സുവിശേഷകനാണ്, ഒപ്പം ജോലിക്കാരനുമാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞു വീട്ടിൽ വന്ന് വൈകുന്നേരമായി. വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം പതുക്കെ അടുക്കളയിലേക്ക് പതുക്കുകയും ചെന്നു. സാധാരണ ആണുങ്ങളെല്ലാം, പുരുഷന്മാരെല്ലാം അങ്ങ് പോകാറുണ്ട്. അടുക്കളയിൽ ചെന്നു. ഇന്ന് ഭാര്യ എന്തൊക്കെയാണോ സ്പെഷ്യൽ കറികളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്, സ്വാഭാവികമായിട്ട് നാം എല്ലാവരും നോക്കാറുണ്ട്. അദ്ദേഹം നോക്കിയപ്പോഴുണ്ട് ഒരു പാത്രത്തിൽ മീൻ വറുക്കുവാനായിട്ട് ഭാര്യ റെഡിയാക്കി വെച്ച്. സന്തോഷമായി. ശരിയാണല്ലോ, ഞാൻ തന്നെയാണല്ലോ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മീൻ വാങ്ങിച്ചു കൊണ്ട് വന്നത്. എന്തായാലും ഭാര്യ ഇന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സന്തോഷമായി. അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ആ പാത്രം നോക്കിയപ്പോഴുണ്ട് അതിൽ 4 മീൻ കഷ്ണമാണ് കണ്ടത്. പെട്ടെന്ന് ഓർത്തു, അല്ലല്ലോ, ഞാനിതിൽ 5 മീൻ കഷ്ണമാണല്ലോ കൊണ്ടുവന്നത്. കാരണം വീട്ടിൽ 5 പേരാണുള്ളത്, ഭാര്യ, ഭർത്താവ്, 3 കുട്ടികൾ. തന്നെയുമല്ല, ഒത്തിരി മീൻ മേടിച്ചില്ല. കാരണം മീനിനെല്ലാം നല്ല വിലയാണ്, നല്ല ടേസ്റ്റുള്ള, വിലയുള്ള, രുചിയുള്ള മീനാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അദ്ദേഹം ചോദിച്ചു ഭാര്യയോട്, എടി, ഞാൻ ഇന്നലെ 5 മീനല്ലേ കൊണ്ടുവന്നത്, 1 മീൻ എന്തി എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഇത്തിരി പേടിയോടുകൂടി തന്നെ പറഞ്ഞു, അതെ, ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ 1 മീൻ പൂച്ച കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഇദ്ദേഹത്തെ ദേഷ്യം വന്നു, സങ്കടം വന്നു, കോപം വരികയാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ചിന്ത വന്നു, അയ്യോ, പാടില്ലല്ലോ, എന്തിനാ ഞാൻ നിസ്സാര കാര്യത്തിന് വഴക്കടിക്കും, ഞാൻ സുവിശേഷകനല്ലേ, ഞാനൊരു ഭർത്താവല്ലേ, ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. എൻ്റെ പാവപ്പെട്ട ഭാര്യ
ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു, സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഞാൻ നിസ്സാര കാരണം കൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല. തന്നെയുമല്ല, ദേഷ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുഖം വീർപ്പിച്ചുമില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ വഴക്ക് പണ്ടത്തെ മാതിരി വഴക്കൊന്നുമില്ല. വഴക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ അയൽപക്കത്തെ വീടുകളിലെല്ലാം വലിയ ഒച്ചപ്പാടും ബഹളമെല്ലാം കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ കേൾക്കുന്നില്ല. കാരണം വഴക്കില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അടുത്തടുത്ത് വീടുകളായി. തന്നെയുമല്ല, ഇന്ന് സ്റ്റാൻഡേർഡ് കൂടി. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളുമെല്ലാം മറ്റുള്ളവർ അറിയേണ്ട എന്ന് വിചാരിക്കുന്നു. ഉച്ചത്തിൽ പറയുന്നില്ല, പക്ഷേ പലപ്പോഴും ഞാനും നിങ്ങളുമെല്ലാം മുഖം വീർപ്പിച്ച് ഇരിക്കുന്നതായ ആളുകളാണ്. ഇവിടെ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചാലറിയാം, 2-3 ദിനങ്ങളായി മുഖം വീർപ്പിച്ചുകൊണ്ട് പരസ്പരം മിണ്ടാട്ടമില്ലാതിരിക്കുന്ന പല ഭാര്യ ഭർത്താക്കന്മാരും പപ്പയും മമ്മിയും മക്കളുമെല്ലാം ഇവിടെ കണ്ടേക്കാം. സഹോദരങ്ങളെ, എന്തൊക്കെയാണെങ്കിലും എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞു, ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് ഇതാ ഊണുമുറിയിൽ എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുകയാണ്. ഊണ് കഴിക്കാനിരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഭർത്താവ് ശ്രദ്ധിച്ചത്, ഇതാ തൻ്റെയും 3 മക്കളുടെയും കറിപ്പാത്രങ്ങളിലെ മീൻ വറുത്തതുണ്ട്, എന്നാൽ ഭാര്യയുടെ കറിപ്പാത്രത്തിൽ മീൻ വറുത്തതില്ല. ഭാര്യ മറ്റ് കറികളെല്ലാം കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. അദ്ദേഹത്തിന് സങ്കടമായി. അയ്യോ, ശരിയല്ലല്ലോ, എന്തുകൊണ്ടാണ് അത് അവൾ കഴിക്കാത്തത്? അദ്ദേഹത്തിന് മനസ്സിലായി, താൻ മൂലമാണ് ഒരു കഷണം മീൻ പൂച്ച കൊണ്ടുപോയത് എന്നുള്ളതായ ആ കുറ്റബോധം അലട്ടിക്കൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, എന്നാൽ മറ്റുള്ളവർക്ക്, ഭർത്താവിനും മക്കൾക്ക് കുറവ് വരാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ട് അവൾ കഴിക്കാതെ മറ്റ് കറികൾ കഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. സഹോദരങ്ങൾ, വലിയ സങ്കടമായ അദ്ദേഹത്തിന്. അദ്ദേഹം പെട്ടെന്ന് തനിക്ക് ലഭിച്ചതായ ആ വറുത്ത മീൻ കഷ്ണത്തിൻ്റെ പകുതി എടുത്ത് ഭാര്യയുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഭാര്യയുടെ ഹൃദയം നിറഞ്ഞു, കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എന്നെ കരുതുന്നുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ലഭിച്ചത് മാത്രം കഴിച്ച് മുന്നോട്ട് പോകാതെ എന്നെയും കരുതുന്നുണ്ടല്ലോ. വലിയ സന്തോഷമായി. സഹോദരങ്ങളെ, കേൾക്കണമോ? ഈ കാര്യങ്ങളെല്ലാം കണ്ടതായ മൂത്ത കുട്ടി, അവൾക്ക് ഇതൊന്നും മനസ്സിലായില്ല, പക്ഷെ എന്തൊക്കെയോ മനസ്സിലായി. അവളൊരു കാര്യം ചെയ്തു. തനിക്ക് ലഭിച്ചതായ മീൻ വറുത്ത കഷ്ണത്തിൻ്റെ പകുതിയെടുത്ത് പപ്പയുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു, പകുതിയെടുത്ത് മമ്മിയുടെ പാത്രത്തിലേക്കും വെച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ചുരുക്കം പറഞ്ഞാൽ ഒരു കഷണം മീൻ പൂച്ച കൊണ്ടുപോയി എന്നുള്ളതായ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ വീട്ടിലെ അന്നത്തെ അത്താഴമൂണ് നല്ല സന്തോഷമുള്ള ഒരു അത്താഴ ഊണായി മാറി. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ചിന്തിച്ചാലറിയാം, അന്ന് വാസ്തവത്തിൽ ആ ഭർത്താവ് വഴക്കടിച്ചിരുന്നുവെങ്കിലല്ല, മുഖം വീർപ്പിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ അന്ന് ആ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും അന്ന് അത്താഴൂണ് പോലും ഉണ്ടാകുമായിരുന്നില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചാട്ടെ. യേശുക്രിസ്തു തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ ആദ്യമായി പറഞ്ഞ കാര്യം ശുദ്ധമുള്ള മത്തായി സുവിശേഷം 5:9 പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവളാണോ? ഞാൻ വഴക്കടിക്കുന്നവനാണോ? പിണങ്ങുന്നവനാണോ? മുഖം വീർപ്പിക്കുന്നത്? ചിന്തിക്കണം. ജ്ഞാനമുള്ള ഹൃദയമുണ്ട് എങ്കിൽ നാം ചിന്തിക്കണം, എന്തിനാണ് വഴക്കടിക്കുന്നത്? എന്തിനാണ് പിണങ്ങുന്നത്? എൻ്റെ ആയുസ് കർത്താവ് തന്നതല്ലേ, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ഈ വഴക്കടിക്കുന്ന സ്വഭാവം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമെങ്കിലും എനിക്ക് മാറ്റേണ്ടതല്ലേ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കാമോ? തീരുമാനമെടുക്കാമോ? സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ വീട്ടിലകത്ത് നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവിനോട്, ഭാര്യയോട് വഴക്കുണ്ടെങ്കിൽ, മക്കളോട് വഴക്കുണ്ടെങ്കിൽ, മുഖം വീർപ്പിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ മാറ്റുവാൻ തീരുമാനമെടുക്കാമോ? ഞാൻ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചുകൊണ്ട്, യേശുവേ, എൻ്റെ നാളുകൾ എണ്ണുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ, അങ്ങനെയെങ്കിൽ ഞാൻ ഇനി മുതൽ വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാം എന്നുള്ളതായ തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ ശലോമോൻ പറയുകയാണ്, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിലകപ്പെടുന്ന പക്ഷികളെപ്പോലെയും വല്ലാത്ത കെണിയിലകപ്പെടുന്ന മത്സ്യങ്ങളെപ്പോലെയും ദുഷ്കാലം മനുഷ്യന് വന്നുകൂടുമെന്ന്. പ്രിയപ്പെട്ടവരെ, എപ്പോൾ മരണം കടന്നു വരും നമുക്ക് നിശ്ചയമില്ല, നമുക്കറിയില്ല. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. സഹോദരങ്ങളെ, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ട്രാഫിക് ജംഗ്ഷനാണല്ലോ വൈറ്റില, എറണാകുളത്തിനടുത്തുള്ളതായ വൈറ്റില ജംഗ്ഷൻ. അവിടെ ഒരു ദിവസം ഒരു പകൽ സമയത്ത് ഏകദേശം 35 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വാഹനം ഓടിച്ച് കടന്നു വന്നു. ജംഗ്ഷനിലെത്തിയപ്പോൾ ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. വണ്ടി നിർത്തി, നിയമം പാലിച്ചു. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പച്ച ലൈറ്റ്, ഗ്രീൻ സിഗ്നൽ തെളിയുകയാണ്.
എല്ലാ വാഹനങ്ങളും മുന്നോട്ട് പോകുന്നു, പക്ഷേ ഈ വാഹനം മാത്രം മുന്നോട്ട് പോകുന്നില്ല. ഈ വാഹനത്തിൻ്റെ പുറകിലുള്ളതായ എല്ലാ വാഹന ഉടമകളും തിരുതിര ഹോണടിച്ചു, പക്ഷേ ഈ വാഹനം മുന്നോട്ട് പോകുന്നില്ല. ഓടി വന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കുമ്പോൾ ഒരു അകത്ത് യാതൊരു ചലനവുമില്ല, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, പക്ഷേ വാഹനം മുന്നോട്ട് പോകുന്നില്ല. ആ ഗ്ലാസ്സിൽ മുട്ടി വിളിച്ചു, അനക്കമില്ല. ഓടി വന്ന ഒരു ബൈക്ക് യാത്രികൻ്റെ ഹെൽമെറ്റ് കൊണ്ട് ആ വണ്ടിയുടെ ഗ്ലാസ് തകർത്ത് നോക്കുമ്പോഴുണ്ട് പ്രിയ സഹോദരങ്ങളെ, ആ മനുഷ്യൻ ചലനമറ്റ് മരിച്ച അവസ്ഥയിൽ ആ വാഹനത്തിലിരിക്കുകയാണ്. 2 മിനിറ്റ് മുമ്പ് ആ ജംഗ്ഷനിലേക്ക് സ്വന്തം വാഹനം ഓടിച്ചു വന്ന ആ ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ചുവന്ന ലൈറ്റ് തെളിഞ്ഞ് പച്ച ലൈറ്റ് തെളിയുവാൻ എടുത്തതായ ആ നിമിഷങ്ങൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ മരണം മൂലം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ അവസ്ഥയാണ് അവർക്ക് കാണേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഇന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുക, എപ്പോൾ മരണം സംഭവിക്കും, എപ്പോൾ യേശു രണ്ടാമത് എഴുന്നള്ളി വരും, ഞാൻ അവന് വേണ്ടി ഒരുങ്ങിയോ, ഞാൻ യേശുവിൻ്റെ മകനായി മകളായി മാറിയോ? ഇത് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ, മാതൃകയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. സഹോദരങ്ങളെ, ഒരു കൊച്ചു ജീവിതമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ജീവിതം നഷ്ടപ്പെടുത്തണമോ, പിശാചിന് കൊടുക്കണോ? വേണ്ട, യേശുവിന് കൊടുക്കാം. നമുക്ക് ആ യേശുവിൻ്റെ മക്കളായി, ജ്ഞാനമുള്ള ഹൃദയമുള്ളവരായി, വഴക്കടിക്കാതെ പിണക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ഐശ്വര്യമുള്ളവർ നമുക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കാം. നമുക്കെല്ലാം കണ്ണുകളടയ്ക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനിയുള്ള നാളുകൾ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം, വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം, നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ തക്കവണ്ണം, ജ്ഞാനമുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. കർത്താവേ, അതിനുവേണ്ടി ഇനിയുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, ദേവാലയങ്ങളിൽ പോയിക്കൊണ്ട്, കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പ്രാർത്ഥനയോടെ, മാതൃകയോടെ ജീവിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ഭവനങ്ങളിലും സന്തോഷവും സമാധാനവും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളെ നിറവഴിക്ക് നയിക്കുമാറാകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു. സകലവും യേശു തമ്പുരാൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമീൻ. ഹാലേലൂയ.